നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ വീട്ടിൽ നടന്ന ഗണപതി പൂജയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചീഫ് ജസ്റ്റിസിനും പത്നി കൽപ്പന ദാസിനുമൊപ്പമാണ് പൂജയിൽ പങ്കെടുത്തത്. അദ്ദേഹത്തിനും ഭാര്യയ്ക്കും പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ഇതിന്റെ ചിത്രങ്ങൾ പ്രധാനമന്ത്രി സമൂഹ മാധ്യമമായ എക്സിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട്. ചടങ്ങിനായി പരമ്പരാഗത മഹാരാഷ്ട്ര വസ്ത്രം ധരിച്ചാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത്. ഗണപതി പൂജയ്ക്കായി പ്രധാനമന്ത്രി ഉൾപ്പെടെ നിരവധി പ്രമുഖർക്ക് ചീഫ് ജസ്റ്റിസ് ക്ഷണം അയച്ചതായി ഉന്നത സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. സുപ്രീം കോടതിയിലെ മറ്റ് നിരവധി ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ബുധനാഴ്ച രാത്രി ചീഫ് ജസ്റ്റിസിന്റെ വസതിയിൽ സന്ദർശനം നടത്തിയ ശേഷം എക്സിൽ പോസ്റ്റിൽ പ്രധാനമന്ത്രി മോദി ഇങ്ങനെ കുറിച്ചു: CJI ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ജിയുടെ വസതിയിൽ ഗണേശ പൂജയിൽ പങ്കെടുത്തു. ഭഗവാൻ ശ്രീ ഗണേഷ് നമുക്കെല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും അത്ഭുതകരമായ ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. അതേസമയം ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിലെ ഗണേശോത്സവത്തിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുത്തതിനെതിരെ നിരവധി പ്രതിപക്ഷ നേതാക്കളും സുപ്രീം കോടതിയിലെ ചില അഭിഭാഷകരും രൂക്ഷമായി പ്രതികരിച്ചു. അതിനെതിരെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ശക്തമായി പ്രതികരിച്ചു. ഇത് വർദ്ധിച്ചു വരുന്ന വിദ്വേഷത്തിന്റെയും മുൻവിധിയുടെയും സൂചനയാണ്. ഹിന്ദു ആഘോഷങ്ങൾക്ക് നേരെയുള്ള വിദ്വേഷമാണ് ഇത് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇവർക്ക് അവസരം സൃഷ്ടിച്ചതെന്ന് ഫട്നാവിസ് ചോദിച്ചു. പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. എതിരാളികളുടെ പ്രതികരണം വളരെ ആക്രമണാത്മകമാണ്. ആകാശം ഇടിഞ്ഞു വീണതുപോലെ ഗണേശോത്സവത്തിൽ പങ്കെടുക്കാൻ ചീഫ് ജസ്റ്റിസിന്റെ വസതിയിൽ പ്രധാനമന്ത്രി നടത്തിയ സന്ദർശനം ഇത്ര രൂക്ഷമായ പ്രതികരണങ്ങൾക്ക് കാരണമായത് എന്തുകൊണ്ട്? ഇത് ഹിന്ദുക്കളുടെ ഉത്സവമായതുകൊണ്ടാണോ? ഫട്നാവിസ് ചോദിച്ചു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ പങ്കെടുത്ത ഇഫ്താർ വിരുന്നിനെ കുറിച്ച് ഫട്നാവിസ് ചൂണ്ടിക്കാണിച്ചു. കോൺഗ്രസ് ഭരണകാലത്ത് ഒരു മുൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വസതിയിൽ ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചിരുന്നു. അതിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് പങ്കെടുത്തിരുന്നു. പാർട്ടിയിൽ പ്രധാനമന്ത്രിയും പിന്നീട് ചീഫ് ജസ്റ്റിസും പരസ്പരം സംസാരിക്കുന്നതും കണ്ടു. എന്നിട്ടും ഇതൊരു ഇഫ്താർ പാർട്ടി ആയതിനാൽ ആരും എതിർപ്പൊന്നും ഉന്നയിച്ചില്ല. ഇപ്പോൾ ഒരേ ഒരു വ്യത്യാസം, ഇതൊരു ഗണേശ ഉത്സവമാണ്. ഇത് ഹിന്ദുക്കളുടെ ആഘോഷങ്ങളോടുള്ള വർദ്ധിച്ചു വരുന്ന പക്ഷപാതമാണ് കാണിക്കുന്നത്, ഫട്നാവിസ് പറഞ്ഞു. പിന്നാലെ BJP നേതാവ് ഷഹസാദ് പൂനവല്ല ഒരു എക്സ് പോസ്റ്റിൽ 2009 മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണനൊപ്പം ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത് അദ്ദേഹത്തോടൊപ്പം ചിരിക്കുന്ന സിംഗിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇങ്ങനെ കുറിച്ചു: 2009 പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഇഫ്താർ പാർട്ടിയിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന KG ബാലകൃഷ്ണൻ പങ്കെടുത്തിരുന്നു. സർക്കുലർ ഹേ, ജുഡീഷ്യറി സുരക്ഷിതമാണ്. നിലവിലെ CIG ഹൗസിലെ ഗണേഷ് പൂജയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു. ദൈവമേ, ജുഡീഷ്യറി വിട്ടുവീഴ്ച ചെയ്തു. കൂടാതെ BJP MP സമ്പത് പത്ര കോൺഗ്രസ് MP രാഹുൽ ഗാന്ധിയുടെ സമീപകാല ഗ്രൂപ്പ് ഫോട്ടോയും US കോൺഗ്രസ് വുമൺ ഇൽഹാർ ഒമറിനെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു: പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസുമായി കൂടിക്കാഴ്ച നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നിങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ദേശവിരുദ്ധരായ ആളുകളെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇതോടെ വടികൊടുത്ത അടിവാങ്ങിയ അവസ്ഥയിലായി കോൺഗ്രസ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.